അതെ, എന്താ ഒരു മൂഡ് ഓഫ് പോലെ? ആമി, എന്താണോ? ഞാൻ പോകുന്നതിന്റെ സങ്കടാണോ? ഞാൻ പറഞ്ഞതല്ലേ തന്നോടും കൂടി എന്റെ ഒപ്പം പോരാൻ. സഞ്ജുവിനറിയോ, എനിക്കെന്റെ അമ്മയുടെ മുഖം പോലും ഓർമ്മയില്ല. പക്ഷേ അമ്മയില്ലാത്ത കുറവ് പപ്പേനെ അറിയിച്ചിട്ടില്ല. പപ്പയുടെ ബിസിനസ് കാര്യങ്ങളായി പോകുമ്പോ എനിക്ക് കൂട്ട് ഏട്ടൻ മാത്രമായിരുന്നു. പതുക്കെ പതുക്കെ ഏട്ടനും പപ്പയോടൊപ്പം ബിസിനസ് ഇറങ്ങി. ആ വലിയ വീട്ടില് പല ദിവസവും ഞാൻ ഒറ്റയ്ക്കായിട്ടുണ്ട്. സഞ്ജു, അപ്പോഴൊക്കെ എന്നോട് ചേർത്ത് പിടിക്കാൻ, എന്റെ സങ്കടങ്ങൾ അറിയാൻ എന്റെ അമ്മ കൂടെ ഉണ്ടായിരുന്ന എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ സഞ്ജുവിന്റെ കൈ പിടിച്ച് ഈ വീട്ടിൽ വന്നു കയറിയപ്പോ മുതലുണ്ടല്ലോ, അമ്മയില്ലാത്ത സങ്കടം ഞാൻ അറിഞ്ഞിട്ടില്ല. എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു അമ്മയെയും ചേർത്ത് പിടിക്കുന്ന ഒരു അച്ഛനെയും തല്ലുകൂടാനും തമാശ പറയാനും ഒരനിയത്തിനെ എനിക്ക് കിട്ടി. ഇവരാരെയും കാണാതിരിക്കാൻ എനിക്ക് പറ്റില്ല സഞ്ജു. അതാ. ആമി, എനിക്കറിയാം നിന്നെ. വെയിറ്റ്, അല്ല ആമി, നിന്റെ വർത്താനം കേട്ടതൊന്നും ഞാൻ നിന്റെ ആരുമല്ലെന്ന്. അതെ, ഞാൻ നിന്റെ ഭർത്താവാ. എനിക്ക് വേണം നീ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് തരാൻ. സഞ്ജു, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. എനിക്ക് ഏറ്റവും വലുത് നീയാ. നിന്നെ എന്തോരം മിസ് ചെയ്യുന്നറിയോ? നീ പോകുന്നത് ഓർക്കുമ്പോ എന്റെ ചങ്ക് പറിച്ചെടുക്കുന്ന വേദനയുണ്ട് എനിക്ക്. ഐ ലവ് യു സോ മച്ച് സഞ്ജു. മതി മതി, ഇനി അതും പറഞ്ഞു കരയണ്ട. പിന്നെ 2 ആഴ്ച കഴിയുമ്പോ നിങ്ങൾ എല്ലാവരും അങ്ങ് എത്തില്ലേ? കല്യാണത്തിന് 1 ആഴ്ച മുമ്പെങ്കിലും എല്ലാവരും അങ്ങ് എത്തിയേക്കണമെന്നാ നിലയ സച്ചിനും പറഞ്ഞേക്കുന്നെ. ഇനിയും സംസാരിച്ചിരുന്നാ നാളെ തന്റെ പോക്ക് മുടങ്ങും. അതുകൊണ്ട് വാ, കിടക്കാം. പപ്പേ, അമ്മേ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. സൂക്ഷിച്ചു പോണേടാ. അവിടെ ചെന്നിട്ട് വിളിക്കണം. പിന്നെ ഫുഡെല്ലാം കൃത്യസമയത്ത് കഴിച്ചോണേ. അധികം ഉറക്കമൊന്നും നിന്ന് വർക്ക് ചെയ്യരുത്. പിന്നെ അമ്മേ, ഏട്ടൻ കൊച്ചു കുഞ്ഞൊന്നുമല്ലല്ലോ. ആദ്യമായിട്ട് അമേരിക്കക്ക് പോകുന്ന പോലെ അമ്മ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വിടുന്നേ. നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. മക്കൾ എത്ര വലുതായാലും അച്ഛനും അമ്മക്കും എന്നും അവര് കുഞ്ഞു തന്നെയാ. വലിയ സമ്പത്തോ അധികാരമൊന്നും അല്ല. സ്വന്തം മക്കൾ അടുത്തുണ്ടാവണോന്നാ എല്ലാ അച്ഛനും അമ്മയും ആഗ്രഹിക്കാം. എന്റെ അമ്മേ, അമ്മ ഇത് ആരോടാ പറയുന്നേ? തലക്കകത്ത് ആൾതാമസമുള്ളവർക്ക് ഇതൊക്കെ കേട്ടാ മനസ്സിലാവൂ. ഓ എടാ ഏട്ടാ, പോകുന്നതിന് മുമ്പ് നീ എന്നെ ഇന്ന് വാങ്ങുവേ. ഇന്നങ്ങനെ രണ്ടുപേരും ഒന്ന് തല്ലുകൂടാതിരിക്കും. ഫ്ലൈറ്റിന് സമയമാവുന്നു. എടാ സഞ്ജു, നീ വാ, ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം. ആ പപ്പ. ആമി, പോയിട്ട് വരാം. സഞ്ജു, എനിക്ക് നിന്നെ കാണാൻ തോന്നുവാടാ. ഈ 2 ആഴ്ച ഞാൻ എങ്ങനെ നിന്നെ കാണാതിരിക്കും? മോളെ, എന്താ ഇവിടെ നിൽക്കുന്നേ? ആ, അമ്മയോ? ഒന്നുമില്ലമ്മേ, ഞാൻ വെറുതെ നിന്നതാ. വെറുതെ ഒന്നുമല്ല, ഏട്ടൻ ആലോചിച്ച് നിന്നതായിരിക്കും. മോള് സങ്കടപ്പെടണ്ട. 2 ആഴ്ച കഴിയുമ്പോ നമ്മൾ അമേരിക്കക്ക് പോവൂലേ? പിന്നെന്താ? എന്നാലും ഇതാദ്യമായിട്ടല്ലേ അമ്മേ സഞ്ജു ഇല്ലാതെ. എന്തോ എനിക്ക്. അമ്മക്ക് മനസ്സിലാവും മോളെ, അതൊന്നും ആലോചിക്കണ്ട. ദേ സ്നേഹ, നീ ഇന്നു മുതൽ അമ്മമ്മോടൊപ്പം കിടന്നാ മതി കേട്ടോ. ശരി അമ്മേ. എന്നാ ഇനി രണ്ടുപേരും പോയി കിടക്കാൻ നോക്ക്. സമയം ഒരുപാടായി. നിന്റെ ചിമ്മി വിളിച്ചിട്ട് എന്ത് പറഞ്ഞു? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. പക്ഷെ ഏട്ടത്തി, ചിമ്മിച്ചായന് ഈ ഇടയായിട്ട് എന്നോട് സംസാരിക്കാൻ ഒട്ടും നേരമില്ല. എന്തെങ്കിലും പറഞ്ഞ അപ്പൊ തന്നെ ഫോൺ കട്ട് ചെയ്യും. എന്തെങ്കിലും കാര്യം ഉണ്ടാവും, ഞാൻ കണ്ടുപിടിച്ചോളാം. ഫോൺ കട്ട് ചെയ്യുന്നതിൽ ജിമിനെ തെറ്റു പറയാൻ പറ്റില്ല. ഒരു ദിവസം നീ എത്ര തവണയാ ജിമിനെ വിളിക്കുന്നത്? എന്റെ ഏട്ടത്തി, അത് ഏട്ടത്തിക്ക് ചിമ്മിച്ചായനെ അറിയാത്തതുകൊണ്ടാ. പുള്ളിയെ വിശ്വസിക്കാൻ പറ്റില്ല. കുറുക്കന്റെ കണ്ണ് എപ്പോഴും കോഴിക്കുട്ടി തന്നെയായിരിക്കും. ഇടക്ക് വിളിച്ചില്ലെങ്കിലേ ഏതെങ്കിലും പെണ്ണുങ്ങളായിട്ട് പഞ്ചാരടിച്ച് നിൽക്കും. നിന്റെ ഒരു കാര്യം. അല്ല സ്നേഹ, അന്ന് പള്ളിയിൽ വെച്ച് കണ്ടപ്പോ നിനക്ക് ശരിക്കും ജിമിനെ മനസ്സിലായില്ലേ? എനിക്കാണ് അപ്പൊ തന്നെ മനസ്സിലായി. ഏട്ടൻ എല്ലാവരുടെയും ഫോട്ടോ അയച്ചു തരാറുള്ളതല്ലേ. പിന്നെ ആക്ക് എന്നെ മനസ്സിലായില്ലെന്ന് അറിഞ്ഞപ്പോ ചുമ്മാ ഒന്ന് പറ്റിച്ചതാ. സ്നേഹേ, നിന്നെ സമ്മതിച്ചു. അല്ല, സഞ്ജു ജിമ്മി സച്ചിനും കുട്ടിക്കാലം മുതലുള്ള ഫ്രണ്ട്സ് ആണല്ലേ? ഫ്രണ്ട്സ് ആണോന്ന്? ഏട്ടന് എന്നേക്കാൾ ഇഷ്ടം അവരെ. അപ്പോഴാ. അല്ല, ഏട്ടൻ ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലേ? അതെങ്ങനെ? സച്ചിനെ ജിമ്മിനെ പറ്റി പറയാൻ തുടങ്ങിയ നിന്റെ ഏട്ടൻ ഒരു ഗ്യാപ്പ് പോലും തരില്ല. പിന്നെ എങ്ങനെയാ ചോദ്യം ചോദിക്കുന്നത്? അതിൽ അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല. ഏട്ടന് ഒരുപാട് ഇഷ്ടം അവരെ. അവർക്ക് തിരിച്ചു.
നമ്മുടെ പപ്പയുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു മാത്യൂസങ്ങളും മാധവങ്ങളും. പപ്പയുടെ അമ്മയുടെയും കല്യാണത്തിനും ലവിനും ഫുൾ സപ്പോർട്ടായിരുന്നു അവരാ. അവരുടെ മക്കളാ ചിമ്മിച്ചായനും സച്ചിനേട്ടനും. മാത്യൂസ് അങ്കിളിന്റെ മരണശേഷം ചിമ്മിച്ചായനെയും കൂട്ടി ആന്റി അമേരിക്കയിലേക്ക് പോയി. ചിമ്മിച്ചായനെ കാണാതിരിക്കാൻ സഞ്ജുവേട്ടനും സച്ചിനേട്ടനും പറ്റില്ല എന്നായപ്പോ അവര് രണ്ടുപേരും കൂടി അമേരിക്കക്ക് പോയി. പിന്നെ അവിടെയായിരുന്നു ബാക്കിയുള്ള പഠിത്തം മുഴുവൻ. പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാ നിലേച്ചിനെ സച്ചിനേട്ടൻ കാണുന്നത്. പിന്നെ അവർ തമ്മിൽ ഇഷ്ടത്തിലാവുന്നതും. പഠിത്തം എല്ലാം കഴിഞ്ഞ ശേഷം നമ്മുടെ ഇവിടുത്തെ കമ്പനിയുടെ പുതിയൊരു ബ്രാഞ്ച് അമേരിക്കയിൽ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ അവര് മൂന്നുപേരുമാണ് കമ്പനി കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ശരിക്കും അസൂയ തോന്നുക അവരുടെ ഫ്രണ്ട്ഷിപ്പ് കാണുമ്പോ. ആമി, നിന്നെ കാണാൻ തോന്നുക, അതാ ഞാൻ വിളിച്ചത്. എനിക്ക് എന്റെ ഭാര്യയുടെ ശബ്ദം കേൾക്കണമെന്ന് തോന്നിയോണ്ട് വിളിച്ചതാ. ഓ അല്ല, അത് വിട്. നാളെ മോർണിംഗ് അല്ലേ ഫ്ലൈറ്റ്? ഇവിടെ കുഴപ്പമൊന്നുമില്ല. മാരേജിന് ഇനിയും ദിവസങ്ങളുണ്ടല്ലോ. പിന്നെ ചിമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നുണ്ട്. അവന്റെ ടെൻഷൻ കണ്ടാത്തോന്നും കല്യാണം അവന്റെയാണ്. സച്ചിന്റെ കാര്യം പറയാനേ ഇല്ല. അവൻ ഓഫീസിൽ നിന്ന് ഇറങ്ങാതെ വർക്കേന്ന് പറഞ്ഞിരിക്കുക. നിളെ എവിടെയുണ്ട്? ഇവരുടെ രണ്ടുപേരുടെയും കല്യാണം തന്നെയാണോ 2 ആഴ്ച കഴിയുമ്പോന്ന് ഓഫീസിലുള്ള എല്ലാവർക്കും സംശയമുണ്ട്. അല്ല അമ്മീ, താനിപ്പോ വീട്ടിലല്ലേ? ഒറ്റയ്ക്കോ? തനിക്ക് സ്നേഹിതയും കൂട്ടായിരുന്നില്ലേ? ആ എന്നാ ശരി, നീ വീട്ടിൽ എത്തിയിട്ട് വിളിക്ക്. ദേ ആമി, വേണ്ടാത്തോരെന്നൊക്കെ പറയല്ലേ. നീ ഡ്രൈവ് ചെയ്യുമല്ലേ? സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യ്. എന്റെ വീട്ടിലെത്തിയിട്ട് വിളിക്ക്. ഞാൻ കോൾ കട്ട് ചെയ്യുക. സഞ്ജു, നീ ഇവിടെ നിൽക്കുവാണോ? എടാ, ഈവനിങ്ങിന്റെ പാർട്ടിയുടെ കാര്യമൊക്കെ നീ സെറ്റ് ആക്കിയിട്ടില്ലേ? ആടാ, അതൊക്കെ ഓക്കെയാ. ഹലോ ഗൈസ്, എന്താണ് രണ്ടുപേരും കൂടി ഒരു സംസാരം? എടേ എബിനെ, നീ ഇപ്പോഴാണോ വരുന്നേ? അതേപ്പറ്റിയൊന്നും പറയാതിരിക്കുക ചിമ്മി ഭേദം. കമ്പനിയിലെ ചില പ്രോബ്ലംസ് അതൊക്കെ ഒന്ന് സോൾവ് ആക്കി ഇനി എത്തിയപ്പോഴേക്കും ലേറ്റ് ആയി. അല്ല എടാ സഞ്ജു, നീ ആരോടും പറയാതെ ഒരു കല്യാണമൊക്കെ കഴിച്ചിട്ട് അതിന്റെ ചെലവെന്നാ തരുന്നത്? എബിനെ, നീ ഞാൻ വന്നേ. ഒരുപാട് പണിയുണ്ട് ഇവിടെ. വാ വാ. നില, നീ കരയുവാണോ? ഏയ് ഇല്ല സഞ്ജു, ഞാൻ പപ്പയോടും മമ്മിയോടും അനുഗ്രഹം വാങ്ങുമായിരുന്നു. ഇന്ന് അവരൊരുപാട് ഹാപ്പി ആയിരിക്കുമല്ലേടാ. എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു എൻ്റെ പപ്പക്കും മമ്മക്കും. എനിക്കും അതെ. പക്ഷെ എൻ്റെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം നടക്കാൻ പോകുന്ന ഇന്ന് അവർ മാത്രം എൻ്റെ ഒപ്പം ഇല്ല. സ്നേഹിച്ച് കൊതിതീരും മുമ്പ് നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ സങ്കടം ഞാനും അനുഭവിച്ചിട്ടുള്ളതാ. നിന്നെ സച്ചിന് ഒരുപാട് ഇഷ്ടമാണുള്ള. അവന്റെ കൂടെ നീ എന്നും ഹാപ്പി ആയിരിക്കും. നീ അങ്ങോട്ട് ചെല്ല്. സഞ്ജു, നീ എന്താ ഇവിടെ നിൽക്കുന്നേ? എടാ നീ വാ. എന്താടാ നിന്റെ മുഖത്തൊരു വിഷമം പോലെ?
എടാ, ഞാൻ ചെന്നപ്പോഴേക്കും നീള അവളുടെ അച്ഛനോടും അമ്മയോടും അനുഗ്രഹം വാങ്ങുമായിരുന്നു. പെട്ടെന്ന് ഞാൻ ആമിനെ പറ്റി ആലോചിച്ചു. അതാ. സഞ്ജു, നഷ്ടപ്പെട്ടു പോകുമോ എന്നോർത്തുള്ള വേദന നീ അനുഭവിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെയാ എനിക്കെന്റെ പപ്പ ഇല്ലാതായപ്പോഴും ഉണ്ടായത്. നീ ഇവിടെ ഇരിക്കെ. അങ്ങനെ ഒരു ദിവസം നിന്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ലെന്ന് വിചാരിക്കേ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. സഞ്ജു കുറച്ചു നേരം കണ്ണുകൾ അടച്ചിരുന്നു. അമ്മ, ആമിക്ക് എന്താ പറ്റിയ? മോനെ, ആമി മോളെ. ഡോക്ടർ, എന്റെ ആമിക്ക് എങ്ങനെയുണ്ട് ഇപ്പോ? ഐ ആം സോറി, കണ്ടീഷൻ കുറച്ച് ക്രിട്ടിക്കലാണ്. അമ്മേ, എന്റെ ആമി. ഇല്ല, ആർക്കൊന്നും പറ്റില്ല. എന്നെ വിട്ട് എന്റെ ആമിക്ക് എങ്ങോട്ടും പോകാൻ പറ്റില്ല. ആമി മോള് നിന്നെ വിട്ട് എങ്ങോട്ട് പോവാനാടാ? അവക്കൊന്നും വരില്ല. അതെ, അവൾക്ക് അങ്ങനെയൊന്നും എന്നെ വിട്ടു പോകാൻ പറ്റില്ല. അമ്മക്കറിയോ, അന്ന് അമ്മ പറഞ്ഞ ആ പ്രേമാഞ്ജലിയുടെ കഥ? അന്ന് മുതൽ ആമി പറയുമായിരുന്നു, കഴിഞ്ഞ ജന്മത്തിൽ ഒന്നിക്കാൻ കഴിയാതെ പോയ പ്രേമം അഞ്ജലിയാണ് ഞങ്ങളെന്ന്. അപ്പോ ഈ ജന്മത്തിൽ അവൾക്ക് എന്നെ വിട്ടു പോകാൻ പറ്റുമോ? ഇല്ല, അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല. ഏട്ടാ ഒന്ന് സമാധാനപ്പെട്. ആമി അടുത്തേക്കൊന്നും വരില്ല. ആമി ഇല്ലെങ്കിൽ പിന്നെ ഈ സഞ്ജു ഇല്ല. പ്രേമാഞ്ജലിയുടെ പ്രണയകഥ അവസാനിച്ച പോലെ ഞങ്ങളുടേത് അവസാനിക്കും. തീരിറങ്ങും മുകിലേ, മഴത്തൂവലൊന്നു തരുമോ? നോവറിഞ്ഞ മിഴിയിൽ ഒരു സ്നേഹനിദ്ര എഴുതാം. ഇരുൾ മൂടിയാലുമെൻ കണ്ണിൽ തെളിയുന്നു താരനിരകൾ. തീരിറങ്ങും മുകിലേ, മഴത്തൂവലൊന്നു തരുമോ? സഞ്ജു, ഓർമ്മയുണ്ടോടോ തനിക്കെന്നെ? അർജുൻ, തന്നെ എങ്ങനെയാ ഞാൻ മറക്കാം? അല്ല, ആമി എന്തേ? ആമി അതെ, ആമിന്റെ റിലേറ്റീവ്സ് അല്ലേ? അർജന്റായിട്ട് ഓ നെഗറ്റീവ് ബ്ലഡ് വേണം. ശരി, ഞാനിപ്പോ കൊണ്ടുവരാം. ഡോക്ടർ, ഇതാ ഓ നെഗറ്റീവ് ബ്ലഡ്. ഇതിന്റെ ആവശ്യം ഇനിയില്ല. പപ്പ, എന്റെ ആമി. മോനെ, നീ പേടിക്കാനായിട്ടൊന്നുമില്ല. ദേ, ആ വരുന്ന മോൻ ആമിക്ക് ബ്ലഡ് കൊടുത്തു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. താങ്ക് യു സോ മച്ച്. താൻ ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരുപാട് നന്ദിയുണ്ട്. താനിപ്പോ
എനിക്ക് തിരിച്ചു തന്നത് എൻ്റെ ജീവന. താൻ ചോദിക്കുക എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. താങ്ക് യു സോ മച്ച്. ഏയ് താൻ കൂളാവ്. എന്റെ പേര് അർജുൻ. പിന്നെ സഞ്ജു വിഷമിക്കണ്ട കേട്ടോ, തന്റെ അമ്മയ്ക്ക് ഒന്നും വരില്ലാന്നേ. എൻ്റെ പേരെങ്ങനെ അറിയാം? എന്റെ വൈഫിന്റെ ഡെലിവറി ആയിന്ന്. ഞാൻ ഹോസ്പിറ്റലിലേക്ക് എത്തിയപ്പോഴാണ് ടെൻഷൻ കാരണം ഹോസ്പിറ്റലിൽ മാറിപ്പോയ കാര്യം അറിയുന്നത്. തിരിച്ചു പോകാൻ ഇറങ്ങിയപ്പോൾ സഞ്ജുവിന്റെ പപ്പയും അമ്മയും വിഷമിച്ചിരിക്കുന്നത് കണ്ടു. അപ്പോൾ ഡോക്ടറോട് ജസ്റ്റ് കാര്യം അന്വേഷിച്ചു. ഡോക്ടറാണ് നിങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞ്. പിന്നെ താൻ ചോദിച്ചില്ലേ താൻ എനിക്ക് എന്താ ചെയ്തു തരാന്ന്? താൻ വേറൊന്നും ചെയ്യണ്ട. എന്റെ ഭാര്യയും മോളും സുഖമായിട്ടിരിക്കാൻ പ്രാർത്ഥിച്ചാൽ മതി. അതെന്താ മോള് മതിയെന്നൊരാഗ്രഹം? അത് ഹലോ, ഞാൻ പെട്ടെന്ന് വരാം. എടോ, എന്ന് ഞാൻ ഇറങ്ങട്ടെ, ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചേ. ശരി എന്നാ, ബൈ. അന്ന് പോയിട്ട് പിന്നെ ഇപ്പോഴും തന്നെ കാണുന്നേ. അർജുൻ എന്താ ഇവിടെ? നിലയുടെ പപ്പയുടെ ഫ്രണ്ടാ എന്റെ അച്ഛൻ. അങ്ങനെ വന്നതാ. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഞാൻ ഒരുപാട് അന്വേഷിച്ചു തന്നെ, പക്ഷെ ഒന്നും അറിയാൻ കഴിഞ്ഞില്ല. പിന്നെ വൈഫും കുഞ്ഞും സുഖമായിട്ടിരിക്കുന്നോ? രണ്ടുപേരും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു. അല്ല, ആമിയെ കണ്ടില്ലല്ലോ. ആമി എന്തിയെ? ആമി ദേ വരുന്നു. ആമി, നിനക്ക് ആരാന്ന് മനസ്സിലായോ? എനിക്ക് നിന്നെ തിരിച്ചു തന്ന ആളാ. അർജുനേട്ടൻ, എന്നെ മറന്നിട്ടില്ലല്ലേ അപ്പോ? എന്റെ പെൺകുട്ടിക്ക് സുഖാണോ? ആ സുഖം. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോ തൊട്ട് ഞാൻ സഞ്ജു ഒരുപാട് അന്വേഷിച്ചു ചേട്ടനെ. എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. അതിനെന്താ, ഇപ്പൊ കണ്ടില്ലേ? ചേച്ചി നിലേച്ചിനെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. ആ ദേ വരുന്നു. ഏട്ടാ പോവല്ലേട്ടോ. സഞ്ജു, ഞാൻ നിലേനെയും കൂട്ടിക്കൊണ്ടുവരാം. സമയമായില്ലേ? ആ, നീ പോയിട്ട് വാ. ദേ സച്ചിൻ വന്നല്ലോ. അർജുൻ, അന്ന് ഞാൻ തന്നോട് ചോദിച്ചപ്പോ താൻ മറുപടിയൊന്നും തന്നില്ലല്ലോ. മോളായാ മതിയെന്ന്
എന്താ താൻ അത്രയ്ക്ക് ആഗ്രഹിക്കാൻ കാരണം? അത് താൻ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. ഇടയ്ക്കിടയ്ക്ക് ഞാനൊരു സ്വപ്നം കാണാറുണ്ട്. ഒരു പഴയ കോവിലകം, അവിടെ ഒരുപാട് തമ്പുരാക്കന്മാര്, ഒപ്പം ഞാനും എൻ്റെ അനിയത്തിയും. ഒരു ദിവസം പെട്ടെന്ന് അവൾ എന്നെ വിട്ടുപോയി. അവളുടെ മരണം എന്നെ ഒരുപാട് തളർത്തി. ഇതൊക്കെ എൻ്റെ സ്വപ്നം മാത്രമായിരിക്കുമെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷേ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ആമീനെ കണ്ടപ്പോ ഞാൻ സ്വപ്നത്തിൽ കണ്ട എൻ്റെ അനിയത്തിക്കുട്ടിയുടെ രൂപമായിരുന്നു അത്. അതേടോ, തൻ്റെ ആമീനെ ഞാൻ അന്ന് ആദ്യമായിട്ടല്ല കാണുന്നത്. ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് ആ മുഖം ഒരുപാട്. ശരിക്കും? താൻ പറഞ്ഞത് കേൾക്കുമ്പോ എനിക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. വിശ്വസിച്ചേ പറ്റൂ സഞ്ജു, അത് സത്യമാണ്. ആ സ്വപ്നം കണ്ടു കഴിയുമ്പോൾ മുതൽ ഞാൻ ആഗ്രഹിച്ചതാ എനിക്കൊരു പെൺകുഞ്ഞിനെ. ശരിയായിരിക്കും താൻ പറയുന്നത്. എന്നിട്ട് മോക്ക് എന്താ പേരിട്ടത്? ഞാൻ കാണാറുള്ള സ്വപ്നത്തിലെ എൻ്റെ അനിയത്തിക്കുട്ടിയുടെ പേര് അഞ്ജലി. അഞ്ജലി. അച്ഛന് സന്തോഷായില്ലേ? അവസാനം നിങ്ങൾ തന്നെ ജയിച്ചു. എന്ത് നേടി നിങ്ങള്? നിങ്ങളുണ്ടല്ലോ, സ്വന്തം മകളുടെ മരണത്തിന് ഉത്തരവാദിയാ. ഈ ജന്മത്തിൽ അവർക്ക് ഒന്നിക്കാൻ കഴിഞ്ഞില്ല, എന്നാ അടുത്ത ജന്മത്തില് അവർക്ക് കൂട്ടി ഞാനുണ്ടാവും. എന്റെ ജീവൻ കൊടുത്തു ഞാൻ അവനെ തിരിച്ചു കൊടുക്കും. നീള, ഇന്നു മുതൽ നീ ഒറ്റയ്ക്കല്ല. ഈ ഞാനും ഉണ്ടാവും നിന്റെ കൂടെ. ഈ ലോകത്തുള്ള എല്ലാ സുഖവും നിനക്ക് തരാൻ എനിക്ക് കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ എനിക്കൊരു ഉറപ്പ് തരാൻ കഴിയും നിനക്ക്. ഇന്നു മുതൽ നിന്റെ ഈ കണ്ണ് നിറയാൻ ഞാൻ സമ്മതിക്കില്ല. അതെ, കുറെ നേരമായില്ല ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നേ. ഞാൻ കിടക്കാൻ പോവാ. ഏയ് പോവല്ലേ, കുറച്ചേരം കൂടി ഇരിക്കുക.